നമസ്കാരം. ചത്തത് കീചകൻ എങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പ്രമാണം ആണോ ഇപ്പോൾ ഡൽഹി സ്ഫോടനത്തെയും പാകിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? അതാണ് ചോദ്യം. തകൃതിയായ അന്വേഷണം നടന്ന 48 മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. ഈ സമയത്തിനുള്ളിൽ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ കൃത്യമായ വിവരങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടാവണം. പാകിസ്ഥാൻ ബന്ധം സ്ഥിരീകരിക്കാൻ ആവുന്ന എന്തെല്ലാം തെളിവുകളാണ് ഇന്ത്യയുടെ കൈവശം ഉള്ളത്? ആ തെളിവുകൾ കൃത്യമായി പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ തീവ്രവാദ സംഘടനയായ ജയ്ഷെ മുഹമ്മദിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ തുടരുമോ? ഈ ചോദ്യമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇതിനിടെ കൗതുകപരമായ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഒരു കോടതി സമുച്ചയത്തിന്റെ മുൻപിൽ ഒരു മഹാസ്ഫോടനമുണ്ടായി. 12 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. പലരും വക്കീലന്മാരാണ്. അതിന് പിന്നിൽ ഇന്ത്യയുടെ കരങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. നോക്കൂ, പാകിസ്ഥാന്റെ ഭരണ നേതൃത്വം, പ്രധാനമന്ത്രിയും സുരക്ഷാകാര്യ മന്ത്രിയും ഉടനടി ഇന്ത്യ വിരോധമാണ് അവിടെയും പറയുന്നത്. അതുകൊണ്ട് ഇത് നോക്കിക്കാണുന്ന നിഷ്പക്ഷമതികളായ പലരും പറയും, ഒരുപക്ഷെ ഇന്ത്യയിൽ നടന്ന സ്ഫോടനത്തിന് തത്തുല്യമായ രീതിയിൽ 24 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനിൽ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നു. അത് അഫ്ഗാനിസ്ഥാൻ ബന്ധമുള്ള ചിലരാണ്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല ചങ്ങാത്തമാണ്. അപ്പൊ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലൂടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നു. പാക് താലിബാൻ അഫ്ഗാൻ താലിബാനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. പാക് താലിബാൻ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ സൈന്യത്തിന് വൻ പ്രതിരോധം വെല്ലുവിളിയാണ് നടത്തുന്നത്. അപ്പോൾ ബലൂചിസ്ഥാനിലെ ബലൂച്ച് ലിബറേഷൻ ആർമിക്കും പഷ്തൂണിസ്ഥാനിലെ അല്ലെങ്കിൽ ഖൈബർ പഖ്തൂൺഖ മേഖലയിലെ പത്താൻമാരുടെ വിഭാഗമായ പാക് താലിബാനും എല്ലാം തന്നെ ഇന്ത്യ ഇൻഡയറക്ട്ലി സഹായം ചെയ്യുന്നു. അത് ചില സ്ഫോടനങ്ങളിൽ കലാശിക്കുന്നു. അപ്പൊ ഇന്ത്യയിൽ എപ്പോഴെല്ലാം സ്ഫോടനം നടത്തിയാലും നേരിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തേണ്ടതില്ല. മറിച്ച് ഇതുപോലെയുള്ള കൗണ്ടർ ആക്ടിവിറ്റീസ് അതിലൂടെ പാകിസ്ഥാന് മറുപടി കൊടുക്കുന്നു എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. പക്ഷേ യാതൊരു സ്ഥിരീകരിക്കാവുന്ന ഒരു തെളിവുകളും ഈ സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യയുടെ കരങ്ങൾ ഉണ്ട് എന്ന് പറയാനാവില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന കൂട്ടും ഭീകരരായ പലരും അജ്ഞാതരുടെ വെടിയേറ്റ് അല്ലെങ്കിൽ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ മണ്ണിനുള്ളിൽ മരണപ്പെടുന്ന ഒരു കാഴ്ചയും കാണുന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ റെസ്പോൺസ്, ഇപ്പോൾ ഡൽഹി സ്ഫോടനം ആണല്ലോ നമ്മൾ പരിഗണിച്ചത്, ആ ഡൽഹി സ്ഫോടനത്തിനുള്ള ഒരു റെസ്പോൺസ് ഏതെല്ലാം രൂപത്തിലാണ് ഇന്ത്യ നൽകുന്നത് എന്ന് കൃത്യമായി പറയാനാവില്ല. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഈ സ്ഫോടനങ്ങളുടെ ഒന്നും പിന്നിൽ ഇന്ത്യയുടെ ഒരു ഇതുമില്ല. ബലൂചിസ്ഥാനിലോ സിന്ധിലോ അല്ലെങ്കിൽ ഖൈബർ പഖ്തൂൺഖാനിലോ നടക്കുന്ന പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ നടക്കുന്ന ഒരു സായുധ കലാപത്തിനും ഇന്ത്യ നേരിട്ടോ അല്ലാതെയോ പിന്തുണ നൽകുന്നു എന്ന് ഇന്ത്യ ഓപ്പണായി പറയാനാവില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ ഇന്ത്യക്ക് ചില ഓപ്ഷൻസ് ഉണ്ട്. പൂർണ്ണ നയതന്ത്ര ഓപ്ഷനും നേരിട്ടുള്ള സൈനിക ആക്രമണവും എന്നതിന് ഉപരിയായ മറ്റു ചില ഓപ്ഷൻസ് കൂടി ഇന്ത്യക്കുണ്ട് എന്നുകൂടി ചിന്തിക്കുന്നവരാണ് പലരും. നോക്കൂ, ഏപ്രിൽ മാസം 22-ാം തീയതി പഹൽഗാമിൽ ആക്രമണം നടന്നപ്പോൾ ഉടനടി ഇന്ത്യ പ്രതികരിച്ചില്ല എന്നോർക്കണം. ഇന്ത്യ വാസ് ഗെയിനിങ് മൊമെന്റം, ഗാദറിംഗ് എ ഹ്യൂജ് ഇൻഫർമേഷൻ സ്റ്റോക്ക് പൈൽ. പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന ഭീകരർ കാശ്മീരിൽ മാസങ്ങളോളം താമസിച്ചതിന് ശേഷം അവരാണ് ഈ കൃത്യം നടത്തിയത് എന്ന വ്യക്തമായ സൂചനകൾ അതടിസ്ഥാനത്തിലാണ് മെയ് മാസം 7-ാം തീയതി ഓപ്പറേഷൻ സിന്ദൂർ, അത് പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ മൊറിഡ്കയിലെ ലഷ്കർ ഇ തൊയ്ബയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലും ബഹാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലും ഒക്കെ ആക്രമണം നടത്തിയതും അതിനെ തുടർന്ന് പാകിസ്ഥാൻ എയർ ബേസുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തേണ്ടി വന്നതുമൊക്കെ അതിന്റെ പിന്തുടർച്ചയാണ്. 4 ദിവസം കൊണ്ട് ഒരുപക്ഷെ 100 മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിൽ വ്യക്തമായ ഒരു സന്ദേശമാണ് ഇന്ത്യ പാകിസ്ഥാൻ നൽകിയത്. എനി അറ്റാക്ക് ഓഫ് ദ ടെററിസ്റ്റ് അഗൈൻസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എൻ അറ്റാക്ക് ഓഫ് പാകിസ്ഥാൻ അഗൈൻസ്റ്റ് ഇന്ത്യ. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണമായി ഈ തീവ്രവാദ ആക്രമണങ്ങൾ, ഇനിയും നടക്കുന്ന ആക്രമണങ്ങളെ കരുതുകയും തത്തുല്യമായ രീതിയിലോ അതിനേക്കാൾ വലിയ രീതിയിലുള്ള തിരിച്ചടി പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇതാണ് മെസ്സേജ്
എന്നിട്ടും എന്തേ പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല? ഈ സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാൻ ട്രെയിൻഡ് തീവ്രവാദികളാണ് എങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാൻ പാഠം പഠിച്ചില്ല? പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓപ്പറേഷൻ സിന്ധൂർ അനുസരിച്ച് അറ്റാക്ക് ചെയ്യാൻ ഇന്ത്യ മടിക്കുമോ? ഇതാണ് ചോദ്യം. അതിന് മുൻപ് പരിഗണിക്കേണ്ട അറ്റാക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിൽ മാസം 22-ാം തീയതി നടന്ന ഭീകരാക്രമണത്തിന് എത്രയോ ദിവസത്തിന് ശേഷം, 15 ദിവസത്തിന് ശേഷം മെയ് മാസം 7-ാം തീയതിയാണ് ഇന്ത്യ മറുപടി കൊടുത്തു തുടങ്ങിയത്. എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു പ്രതികരണം സാധ്യമല്ല. അതുകൊണ്ടാണ് കേന്ദ്ര ക്യാബിനറ്റിന്റെ സുരക്ഷാകാര്യ സമിതി ഇപ്പോൾ യോഗം ചേരുന്നു. ആ തീരുമാനം അനുസരിച്ചാണ് ഇന്ത്യ എന്താണ് റെസ്പോൺസ് എന്ന് തീരുമാനിക്കേണ്ടത്. അതിനു മുൻപ് ഇന്ത്യ നടത്തിയ ചില നീക്കങ്ങൾ, നയതന്ത്ര നീക്കങ്ങൾ. തങ്ങൾ ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. തങ്ങൾക്കെതിരെ വരുന്ന ഭീകരത നാളെ ലോകരാജ്യങ്ങൾക്കെതിരെയും വരും. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യമാണ്. പാകിസ്ഥാനിൽ നട്ടു നനച്ചു വളർത്തപ്പെടുന്ന ഭീകരർ ലോകത്തിന് വിപത്താകും എന്ന് ലോകരാജ്യങ്ങളെ അത് മനസ്സിലാക്കാൻ വേണ്ടി ശശി തരൂരിന്റെ നേതൃത്വത്തിൽ ഒരു ടീം, അതുപോലെ പല വിവിധ കക്ഷികളുടെ നേതാക്കന്മാരെ ടീം ക്യാപ്റ്റന്മാരായി നിയമിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് ഭാരതം MP-മാരെ അയച്ചു, അല്ലെങ്കിൽ സന്ദേശകരെ അയച്ചു. അതൊരു ട്രാക്ക് 2 ഡിപ്ലോമസിയാണ്. ഒരു ട്രാക്ക് 1 എന്ന് പറയുമ്പോൾ പൂർണ്ണ നയതന്ത്രജ്ഞരെയാണ് ഉപയോഗിക്കുന്നത്. ഇത് രാഷ്ട്രീയ നേതാക്കളെയും MP-മാരെ, പാർലമെന്റേറിയൻസിനെ ഉപയോഗിച്ചു. രാജ്യം മുഴുവൻ തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടാണ്. പക്ഷെ ഇവിടെ ഇതിന്റെ ഒരു ബാക്യപത്രം എന്താണ്? പലപ്പോഴും പ്രതിപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ത്യയിലെ പ്രതിപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും കോലാഹലങ്ങളോടെ അമേരിക്കയിലും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഈസ്റ്റ് ഏഷ്യയിലും എല്ലാം സന്ദർശനം നടത്തി ടീമുകൾ തിരിച്ചെത്തി. പക്ഷേ ലോക മനോഭാവത്തിന് മാറ്റം വരുന്നു. അമേരിക്കയുടെ തന്നെ മനോഭാവത്തിന് മാറ്റം വരുന്ന നമ്മൾ കണ്ടു. ഇന്ത്യ അനുകൂലമായ മാറ്റമല്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും പാകിസ്ഥാൻ സൈനിക ജനറൽ ഫീൽഡ് മാർഷൽ അസിം മുനീറിനെയും, അത് ഫീൽഡ് മാർഷൽ ഞാൻ വിശേഷിപ്പിച്ചത് സ്വയം നേടിയെടുത്ത ഒരു ബിരുദമായതുകൊണ്ടാണ്, അസിം മുനീറിനെയും അവിടെ വിളിച്ചു വരുത്തി ഒരു ഇന്ത്യ വിരോധമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യ സമ്മർദ്ദപ്പെടുത്താൻ വേണ്ടി ട്രംപ് കാട്ടിക്കൂട്ടിയ ചില കോപ്രായങ്ങൾ, അതെല്ലാം ഇന്ത്യയുടെ മനസ്സിലുണ്ട്. പ്രതികരിച്ചിട്ടില്ല. കാരണം വ്യാപാര കരാർ ഏതാണ്ട് അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഇപ്പൊ പുതിയ അംബാസിഡറെ ഇന്ത്യയിലേക്ക് അമേരിക്ക നിയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയൊരു അമേരിക്ക ഇന്ത്യ ബന്ധങ്ങളെ ഉൾപ്പെടെ ഉലയ്ക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ ഒരു വിഷയമാണ്. അമേരിക്കയുടെ പരിഗണനയിൽ അധികം ഉണ്ടായിരുന്നിട്ടില്ല. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി അമേരിക്കൻ പരിഗണനയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കൻ പരിഗണനയിൽ വൻതോതിലെത്തുകയാണ്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് സംഭവിക്കുന്നത്. ട്രംപിന്റെ മനസ്സിനെ ഒരുപാട് വ്രണപ്പെടുത്തിയ ഒരു കാര്യമായിരിക്കണം ഓപ്പറേഷൻ സിന്ധൂറിൽ ട്രംപ് നടത്തിയ ഇടപെടലുകൾ. സമാധാനത്തിന് വേണ്ടി നടത്തിയ ഇടപെടലുകൾ പാകിസ്ഥാൻ റെഡിയായി അക്നോളജ് ചെയ്തപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ ഭരണ സംവിധാനമോ അത് അക്നോളജ് ചെയ്യാൻ തയ്യാറായില്ല. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും തമ്മിൽ നടത്തിയ ചർച്ചകൾ അനുസരിച്ച് യുദ്ധം അവസാനിപ്പിച്ചു തൽക്കാലത്തേക്ക് എന്ന് മാത്രം പറഞ്ഞൊഴിയുകയാണ്. ട്രംപിന് നോബൽ സമ്മാനം നഷ്ടപ്പെടുത്തിയത്, അല്ലെങ്കിൽ സമാധാനത്തിന് നോബൽ സമ്മാനം തനിക്ക് ലഭിക്കാമായിരുന്നത് നഷ്ടപ്പെടുത്തിയത് ഇന്ത്യയുടെ ഇങ്ങനെയുള്ള ഒരു മുട്ടാത്തർക്കമാണ് എന്ന നിലപാടിലാണ് ട്രംപ് ഇപ്പോൾ. അതൊരു പക്ഷേ മാറുമായിരിക്കാം. പക്ഷേ ഇവിടെ വരുന്ന ചോദ്യം, ഇപ്പോൾ നടന്ന ഈ സ്ഫോടനം അമേരിക്ക എങ്ങനെയാണ് കാണുന്നത്? യൂറോപ്യൻ സമൂഹം എങ്ങനെയാണ് കാണുന്നത്? പാകിസ്ഥാനെ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ ഇന്ത്യ ശ്രമിച്ചാൽ ഒരിക്കൽ കൂടി ലോകരാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ അയക്കേണ്ടി വരുമോ? അതോ ഇന്ത്യ നേരിട്ടൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ എന്തായിരിക്കും അതിനോടുള്ള റെസ്പോൺസ്? ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചിന്ത, പാകിസ്ഥാൻ അടുത്ത കാലത്ത് സൗദി അറേബ്യയുമായി ഒപ്പിട്ട ഒരു കരാറാണ്. അതൊരു വിശാല അർത്ഥത്തിൽ ഒരു സൈനിക കരാറാണ്. നോക്കൂ, ഇസ്ലാമിക ലോകത്തെ ഏക ആണവ ശക്തി പാകിസ്ഥാനാണ്. മറ്റൊരു ഇസ്ലാമിക രാജ്യത്തിനും ആണവ ശക്തിയില്ല. ഇറാൻ ഒരു ത്രഷ് ഹോൾഡ് പവറാണ്. ഇറാൻ ആണവ ആയുധങ്ങൾ സമാഹരിക്കുന്നു, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ അവസാന ഘട്ടത്തിലാണ്, യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് എന്ന ഒരു ഉറപ്പ് വന്നപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ആ പദ്ധതികളെ കംപ്ലീറ്റ്ലി അട്ടിമറിച്ചിരിക്കുന്നു. ഏതാനും വർഷത്തേക്ക് ഇറാൻ പിന്നോട്ട് പോയി. അപ്പോൾ അവശേഷിക്കുന്ന ഏക ആണവരാജ്യം പാകിസ്ഥാനാണ്. അതുകൊണ്ട് സൗദി അറേബ്യ പാകിസ്ഥാനെ സഹായം തേടിയിരിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും രാജ്യത്ത് നിന്ന്, ഇസ്രായേലിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നോ, ഒരുപക്ഷെ ഇറാനെ ഉൾപ്പെടെ സൗദിക്ക് ചെറിയ ഭയാശങ്കകൾ ഉണ്ടാവാം. കാരണം അത് ചരിത്രപരമായ ഒരു റൈവലറിയുടെ കഥയാണ്. അതിപ്പോൾ വിശദീകരിക്കാൻ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട്
സൗദി അറേബ്യക്ക് ഒരു സംരക്ഷണം ഏകാൻ പാകിസ്ഥാനുമായി ഒരു കരാർ. തിരിച്ചും അത് ബാധകമാണോ എന്നതാണ് ചോദ്യം. സൗദി അതേക്കുറിച്ച് കാര്യമായ സ്ഥിരീകരണങ്ങൾ നൽകുന്നില്ല. എങ്കിലും അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഇന്ത്യക്ക് ഒരു അനൗപചാരികമായി സൗദി കൊടുത്ത ഉറപ്പ്. അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരിക്കൽ കൂടി യുദ്ധമുണ്ടായാൽ സൗദി അറേബ്യയുടെ പിന്തുണ പാകിസ്ഥാന് ഭൗതികമായി ലഭിക്കില്ലേ? സൗദി വിമാനങ്ങൾ പാകിസ്ഥാനേക്കാൾ ശക്തമൊന്നുമല്ല സൗദി അറേബ്യയുടെ എയർഫോഴ്സ്. പക്ഷെ അമേരിക്കയുടെ ട്രെയിനിങ്ങോട് കൂടിയാണ് അമേരിക്കൻ വിമാനങ്ങളാണ് പറത്തുന്നത് ഓർക്കണം. സൗദി ഇതിൽ ഇടപെടുമ്പോൾ അമേരിക്ക കൈ കിട്ടി നിൽക്കാനാവുമോ? പാകിസ്ഥാൻ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അറബ് ലോകത്ത് നിന്നും അമേരിക്കയിൽ നിന്നും ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഈ ഊഴത്തിൽ ലഭിക്കുമോ? അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ അങ്ങനെ അങ്ങോട്ട് ഇത് സ്ഥിരീകരിച്ചാൽ പോലും, പാക് ബന്ധം സ്ഥിരീകരിച്ചാൽ പോലും ഇപ്പോൾ കയറി അടിക്കാൻ തുനിയുമോ? നമുക്ക് ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു കാര്യമാണ്. ഇത് സുരക്ഷാകാര്യ സമിതി തീരുമാനിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം നടക്കൂ. ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ ആംഡ് ഫോഴ്സസിന്, ഇന്ത്യയുടെ സൈന്യത്തിന്, കരസേനയ്ക്കും വായുസേനയ്ക്കും ഒക്കെ ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ്. ഇൻഡിപെൻഡന്റ് ആയി തീരുമാനമെടുക്കുക. ആക്രമണത്തിന് തത്വത്തിൽ തീരുമാനമെടുക്കുന്നത് ക്യാബിനറ്റ് ആണെങ്കിൽ പോലും, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആണെങ്കിൽ പോലും, സമയം, സ്ഥലം, രീതി എല്ലാം തീരുമാനിക്കാൻ ഇന്ത്യയുടെ സൈന്യത്തിന് ഇന്ത്യ അവകാശം കൊടുത്തിരിക്കുന്നത് പോലെ ഒരിക്കൽ കൂടി സംഭവിക്കുമോ? അതിനുള്ളിൽ തകൃതിയായ ചർച്ചകൾ നടക്കുമോ? ഇതൊക്കെയാണ് ചോദ്യം. എന്റെ നിഗമനം, സൗദി അറേബ്യ പാകിസ്ഥാൻ കരാർ ഇന്ത്യ സ്പെസിഫിക് അല്ല, അത് സൗദി സ്പെസിഫിക് ആണ്. ആ പ്രദേശത്ത് സൗദി അറേബ്യ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, അത് മാത്രമല്ല അറബി ഇസ്ലാമിക ലോകം അനുഭവിക്കുന്ന ഒരു സുരക്ഷാ ക്രൈസിസ് ഉണ്ട്. എത്ര കാലം അമേരിക്കയെ അന്ധമായി വിശ്വസിക്കാനാവും? അവരുടെ എല്ലാ സുരക്ഷയും അമേരിക്ക നോക്കിക്കൊള്ളും എന്ന ചിന്തയിലാണ് അറബി ഇസ്ലാമിക ലോകത്തെ കുറെ രാജ്യങ്ങളെങ്കിലും, അത് GCC രാജ്യങ്ങൾ പ്രത്യേകിച്ച്. അപ്പൊ സമാധാന ദൗത്യത്തിനായി ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥത വഹിക്കുന്നു. ചില കാര്യങ്ങളിൽ ഈജിപ്ത് മധ്യസ്ഥത വഹിക്കുന്നു. ഇസ്രയേലുമായുള്ള സംഘർഷം ഇപ്പൊ ലഘൂകരിച്ചിരിക്കുന്നു. അപ്പോഴും ഗാസ പ്രശ്നം പൂർണ്ണമായി കൺട്രോളിൽ ആയിട്ടില്ല എന്നുകൂടി അവരുടെ അസന്നിഗ്ധാവസ്ഥ അവിടെ തുടരുകയാണ്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ പാകിസ്ഥാൻ അനുകൂലമായി ഇപ്പൊ ഗാസയുടെ ഒരു സമാധാന സേന എന്ന് പറയുമ്പോൾ അവിടെയും ഇടപെടാൻ, അവിടെയും പങ്കാളിയാകാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. ഇന്ത്യക്ക് പങ്കാളിത്തമില്ല. അത് മാത്രമല്ല, ഈജിപ്തിൽ വെച്ച് നടന്ന, ഷാർമൽ ഷെയ്ഖിൽ വെച്ച് നടന്ന അറബി ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി, അത് ട്രംപ് പോലും പങ്കെടുത്ത, യൂറോപ്യൻ രാജ്യങ്ങളെ കൂടെ ക്ഷണിച്ച ഇടത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ പോയില്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ പശ്ചിമേഷ്യയിൽ പിടിമുറുക്കുകയും അവരുടെ കൂടെ സഹായത്തോടു കൂടി പ്രതിരോധം ഒരുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തിരക്കിലാണോ? അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണോ? നമ്മൾ ചിലപ്പോൾ ഒരു കുത്തിവയ്പ്പ് എടുക്കുന്നതിന് മുൻപ് അലർജി ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചെറിയ രീതിയിൽ ഒരു സാമ്പിൾ ഡോസ് കുത്തിവയ്ക്കുന്നത് പോലെയാണോ ഡൽഹിയിൽ ഇപ്പോൾ നടന്ന ഭീകരാക്രമണം? അതിന് ആ രീതിയിൽ ഇന്ത്യ പ്രതികരിക്കാൻ സന്നദ്ധമാവുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും ഈ ഒരു ഭീകരാക്രമണത്തെ, അതിന്റെ സംഭവത്തെ ഇത്ര പേര് മരിച്ചു, ഇത്ര ഡാമേജ് ഉണ്ടായി എന്ന് വിവരിക്കുന്നതിനേക്കാൾ ഇതുകൊണ്ടുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ്, ഒരു രാജ്യത്തിനുണ്ടാകുന്ന ഇമ്പാക്ട് എന്താണ്, ലോക വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന ഇമ്പാക്ട് എന്താണ്, ഓൾറെഡി വഷളായിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിന് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ അഭികാമ്യം. അതുകൊണ്ട് ഈ അതിരുകൾ സംരക്ഷിച്ച് നിർത്തേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് നൽകേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. നിരന്തരം പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഭീഷണിയെ ചെറുക്കാൻ ഒരു പക്ഷേ കടുത്ത പ്രയോഗങ്ങൾ വേണ്ടി വന്നേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗങ്ങളുണ്ട്. ചിലരെങ്കിലും ഇങ്ങനെയുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ രാഷ്ട്രീയമായി ഭരണകക്ഷികൾ ഉപയോഗിക്കുന്നു എന്ന പരിഭവം പറയുന്ന ആളുകളുണ്ടാവാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദ ഫസ്റ്റ് തിങ് ഈസ് നാഷണൽ സെക്യൂരിറ്റി. നമുക്ക് 3 സുരക്ഷാ പാരഡൈംസ് ആണുള്ളത്: ഫുഡ് സെക്യൂരിറ്റി, എനർജി സെക്യൂരിറ്റി ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. ഈ 3 പാരഡൈംസിൽ കൂടി മാത്രമേ ഓരോ രാജ്യത്തിനും മുന്നോട്ട് പോകാൻ നോക്കൂ. ഊർജ്ജ സുരക്ഷ ആവശ്യമാണ്. കാരണം ഊർജ്ജ ഉപാധികളില്ല എങ്കിൽ ഉത്പാദനം നടക്കില്ല. അതിൽ സ്വയം പര്യാപ്തത ആവശ്യമാണ്. ഇന്ത്യക്ക് അതിൽ ദൗർബല്യങ്ങളുണ്ട്. ഊർജ്ജ സുരക്ഷയിൽ ദൗർബല്യം ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ പെട്രോളിയം ഉൾപ്പെടെ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത്. ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷ ഇന്ത്യക്ക് ഉണ്ട്. വിതരണ പ്രക്രിയ അട്ടിമറിക്കപ്പെടുന്നു എങ്കിൽ പോലും ഇവിടെ കാര്യമായ ഉൽപാദന കുറവില്ല. കാർഷിക രംഗം സമൃദ്ധമായി ഉണ്ട്. പക്ഷെ അതിന്റെ വിതരണം പ്രോപ്പറായി പൊതു വിതരണ സംവിധാനത്തിലൂടെ നടക്കേണ്ടതുണ്ട്. ആ കാര്യവും നമ്മൾ അഡ്രസ് ചെയ്തു. പക്ഷേ ആദ്യം വരേണ്ടത് ഇത് രണ്ടുമല്ല, സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ദേശീയ സുരക്ഷ. ദേശീയ സുരക്ഷ ഇല്ലെങ്കിൽ രാജ്യമില്ല. അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ സർക്കാർ ഏതറ്റവും വരെ പോകണം എന്ന് ചിന്തിച്ചാൽ മാത്രമേ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ ആവൂ.